ഹലോ ഗൈസ്, ലൈറ ബ്ലോഗ്സിൻ്റെ ഒരു ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ബഹ്റിൻ്റെ തന്നെ ഐക്കോണിക് പ്ലേസ് ആയിട്ടുള്ള അല്ലറീൻ പാർക്കിലേക്കാണ്. 1976 ഫംഗ്ഷനായ ഈ ഒരു പാർക്കിൽ വെറൈറ്റി ഓഫ് ആനിമൽസും ബേർഡ്സും പ്ലാന്റ്സും എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് എൻട്രി ഫീ ആയിട്ട് വരുന്ന ഒരു 2 BD ആണ് പെർ ഹെഡിന് വരുന്നത്. നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു പോണ്ടിൽ നമുക്ക് ഗ്രേറ്റ് വൈറ്റ് പെലിക്കോൺ, ബ്ലാക്ക് സാൻ എന്നീ ബേർഡ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വരുന്ന ഫ്ലവേഴ്സ് ആണ് ഗൈഗ്ലാർഡിയ ഫ്ലവേഴ്സ്, ബ്ലാങ്കറ്റ് ഫ്ലവേഴ്സ് എന്നും പറയും. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് വരാൻ പറ്റിയ ബഹ്റിനിലെ ഏറ്റവും നല്ലൊരു സ്പോട്ടാണത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ മറ്റോ ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാവുന്ന ഈ ഒരു പ്ലേസിൽ നിങ്ങൾ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കായിട്ടുള്ള സ്ട്രോളർ കരുതാണെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് വളരെയധികം പ്രയോജനപ്പെടും. കാര്യം വെച്ചാൽ ഇത് വലിയ നല്ലൊരു ഏരിയ ഉള്ള സ്ഥലമാണ്. നമുക്ക് ഒരുപാട് നടക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കായിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ അവർക്കായിട്ടുള്ള സ്ട്രോളർ കാര്യങ്ങളൊക്കെ കരുതുന്നത് വളരെയധികം നന്നായിരിക്കും. ഈ കാണുന്നതാണ് അറേബ്യൻ ഓറഞ്ച്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോങ് ഹോൺസ് ആണ്. ഇതേ മാത്രമല്ല മറ്റ് നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ജീവിവർഗങ്ങളും പ്ലാന്റ്സും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെയുള്ള ഓരോ സ്ഥലങ്ങളും അവർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ആനിമൽസിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് നടന്നു പോകാനുള്ള വാക്ക് വേ ആണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡെസേർട്ട് പ്ലാന്റ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. ഈ കാണുന്ന എൻട്രൻസ് വഴി നമുക്ക് ഉള്ളിലേക്ക് പോയാൽ ആ ഒരു ഏരിയയിലെത്താം. അവിടെ വൈഡ് വെറൈറ്റി ഓഫ് ഡെസേർട്ട് പ്ലാന്റ്സിന്റെ കളക്ഷൻസ് ആണുള്ളത്. ഈ കാണുന്നത് അഗേവ് പ്ലാന്റ് ആണ്. ഇതിന് നമ്മൾ സെഞ്ചുറി പ്ലാന്റ് എന്നും പറയും. വൺസ് ഇൻ ലൈഫ് സ്പാൻ ആയിരിക്കും അത് ഫ്ലവറിങ് ചെയ്യുന്നത്. ഇവിടെ അനിമൽസും ബേർഡ്സും അല്ലാതെ നമുക്ക് ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ സ്പോട്ട്സ് വേറെയുമുണ്ട്. കുട്ടികൾക്കായിട്ട് പ്രത്യേകം ഒരു പ്ലേയിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കളിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ബെഞ്ചുകളും ഡെസ്കുകളും അവൈലബിൾ ആണ്. ഇൻ കേസ് സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും എടുക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനോ ഒക്കെ ആയിട്ട് ഇവിടെ ബെഞ്ചും ഡെസ്കുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ.
കുട്ടികളുടെ പ്ലേയിങ് ഏരിയയുടെ അടുത്ത് തന്നെയായിട്ട് ഒരു ചെറിയൊരു പൂള് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ താഴ്ചയൊന്നുമില്ലാത്ത ഒരു ചെറിയൊരു പൂള് പോലുള്ള ഏരിയ ഉണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്റ്റോൺസൊക്കെ പാത്ത് പോലെ ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് അതിൽ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം. ഇതിലാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഈ സ്വാനോ അല്ലെങ്കിൽ മറ്റ് ചെറിയ ബേർഡ്സോ ഒക്കെ ആണെങ്കിൽ ഇതിലെ ഇറങ്ങിയൊക്കെ നീന്തുകയും നടക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നല്ലൊരു ഫോട്ടോ ഫ്രെയിമിലൊക്കെ കിട്ടുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം നേരം വൈകി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. പറ്റുന്നത്രയും കവർ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ കാണുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ആനിമലാണ് അറേബ്യൻ സാൻഡ് ഗസലിലെ. നമുക്കിവിടെ ഫീഡ് ചെയ്യാനെല്ലാം നമുക്കിവിടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സിനെയും ഓർണമെന്റൽ പ്ലാന്റ്സിനെയും ഒക്കെ കാണാം. ഈ കാണുന്ന ആര്യവേപ്പ് ഇത് വളരെ കോമൺ ആണെങ്കിലും ഇതിന്റെ ഫ്ലവറിങ് വളരെ റെയർ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയാറ്. അതുപോലെ ഇവിടെ നമുക്ക് കൂട്ടമായിട്ട് നിൽക്കുന്ന അലോവേറ പ്ലാന്റ്സിനെ കാണാം. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലവറിങ് സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതും വളരെ റെയർ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയാറ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഏകദേശം പോകാനുള്ള സമയമായതുകൊണ്ട് ഞങ്ങൾ ഇത്രയും അധികം കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഇസ് രാഹുൽ രാജേന്ദ്രൻ ആൻഡ് ലക്ഷ്മി രാഹുൽ സൈനിങ് ഓഫ്. താങ്ക് യു.